നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ജേക്കബ്, ഓർത്തോപെഡിക് കൺസൾട്ടന്റ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൈമുട്ടിൽ വരുന്ന ഫ്രാക്ചർ, എല്ലുപൊട്ടലിനെ കുറിച്ചാണ്. വീട്ടിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ആൾക്കാരുടെ ഇടയിൽ കാണുന്ന ഒരു എല്ലുപൊട്ടലാണ് നമ്മൾ കൈ കുത്തി വീഴുമ്പോൾ കൈയുടെ എല്ല് പൊട്ടുക എന്നുള്ളത്. ഇതിന് പലതരത്തിലുള്ള ചികിത്സയുണ്ട്. ഓപ്പറേഷൻ ചെയ്ത് ചികിത്സിക്കാം, പ്ലാസ്റ്റർ ഇട്ട് ചികിത്സിക്കാം. ഇതിൽ നമ്മളുള്ള എങ്ങനെയാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ വരുന്നത്? പ്ലാസ്റ്റർ ഇട്ട് ചികിത്സിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലുകൾ അത് ഏത് പൊട്ടിയ രൂപത്തിലാണ് ആ രൂപത്തിലായിരിക്കും കൂടുന്നത്. നമ്മളത് എത്ര നേരെയാക്കാൻ ശ്രമിച്ചാലും അതിൻ്റെ രൂപത്തിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതിൽ നിന്നുണ്ടാകുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കൈകളിൽ ബലക്കുറവ്, വിരലുകൾക്ക് കട്ടി, വിരലുകൾക്ക് അനക്കാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെ കുഴപ്പങ്ങൾ വരും. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഓപ്പറേഷൻ. നമ്മൾ തുറന്ന് അത് എല്ലുകൾ കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ വെച്ച് പ്ലേറ്റും സ്ക്രൂവും വെച്ച്, ഡോക്കിംഗ് പ്ലേറ്റ് എന്ന് പറഞ്ഞ പ്ലേറ്റും സ്ക്രൂവും വെച്ച് അത് കറക്റ്റ് പൊസിഷനിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഈ സർജറി ചെയ്താൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് നമുക്ക് കൈകൾ അനക്കാൻ തുടങ്ങും. ഒരു വീട്ടമ്മയ്ക്കാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അവർ പ്ലാസ്റ്ററിലിട്ട മിനിമം ഒരു 6 ആഴ്ച തൊട്ട് 8 ആഴ്ച വരെ കൈ അനക്കാതെ വെക്കേണ്ടി വരും. അതിനുശേഷം ഫിസിയോതെറാപ്പി ചെയ്തിട്ട് മാത്രമേ കൈകൾ അനക്കാൻ സാധിക്കത്തുള്ളൂ. ഓപ്പറേഷൻ ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചാൽ ഒരു 2 ആഴ്ചക്കുള്ളിൽ അവർക്ക് വീട്ടിലുള്ള എല്ലാ ജോലികളും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ സാധിക്കും.